വെട്രിയിൽ നിന്ന് തുടങ്ങിയ സിനിമാ ജീവിതം ഇളയ ദളപതിയുമായി പിന്നീട് വെള്ളിത്തിരയിൽ പകർന്നാട്ടം. ഇപ്പോൾ ഇതാ താരപദവി അഴിച്ചുവെച്ച് ജനങ്ങളിലേക്ക്. 1984 വെട്രി എന്ന വിജയുടെ ആദ്യ പടം റിലീസ് ചെയ്തത്. പിന്നീട് 18-ാം വയസ്സിൽ നാളെ തീർപ്പ് എന്ന പടത്തിലൂടെ നായകനായി തുടക്കം കുറിച്ചു. തുടർന്നിറങ്ങിയ മറ്റ് പടങ്ങൾക്ക് വലിയ വിജയം കണ്ടെത്താൻ സാധിച്ചിട്ടില്ലെങ്കിലും 90കളുടെ അവസാനവും 2000ന്റെ തുടക്കത്തിലും വിജയ് എന്ന നടന്റെ സിനിമകൾ ജനങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. 2004 പുറത്തിറങ്ങിയ ഗില്ലി 50 കോടി ക്ലബിൽ കയറിയ ആദ്യ തമിഴ് സിനിമയായിരുന്നു. ഈ സിനിമയിലൂടെ വിജയ് ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയ ഓളം ഒട്ടും ചെറുതല്ലായിരുന്നു. പിന്നീട് ഇറങ്ങിയ മറ്റ് സിനിമകളും വിജയം കണ്ടെത്തിയതോടെ വിജയ് എന്ന നടന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. തന്റെ കരിയറിലെ 50ാമത്തെ പടമായ സുറ വെള്ളിത്തിരയിൽ തകർന്നടിഞ്ഞപ്പോഴും വിജയ് തളരാതെ നിന്നു. തൊട്ടടുത്ത വർഷം ഇറങ്ങിയ വേലായുധവും നൻപനും തുപ്പാക്കിയും ഒക്കെ സൂപ്പർ ഹിറ്റുകൾ. 2017 വന്ന മെർസൽ എന്ന സിനിമയിലൂടെയാണ് ദളപതി എന്ന പേര് വിജയ്ക്ക് ലഭിച്ചത്. പിന്നീട് വന്ന മറ്റ് സിനിമകൾക്ക് പല ഉയർച്ചയും താഴ്ചയും നേരിടേണ്ടി വന്നിരുന്നു. ഇതിനോടകം തമിഴക വെട്രിക്കഴകം എന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച വിജയ് തന്റെ കരിയറിലെ 69ാമത്തെ പടത്തോടെ ദളപതി എന്ന വെള്ളിത്തിരയിലെ താരപദവി അഴിക്കുകയാണ്. വെങ്കിട്ട് പ്രഭുവിന്റെ സംവിധാനത്തിൽ വരുന്ന ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ആണ് വിജയുടെ 68ാമത്തെ ചിത്രം. യുവൻ ശങ്കർ രാജയാണ് സംഗീത സംവിധായകൻ. ചിത്രത്തിൽ വിജയെ കൂടാതെ മാളവിക ചൗധരി, സ്നേഹ, യോഗി ബാബു, പ്രഭുദേവ, പ്രശാന്ത്, ജയറാം, അജ്മൽ അമീർ എന്നിവരും അഭിനയിക്കുന്നുണ്ട്. പല ഹോളിവുഡ് സിനിമകളിലും ഉപയോഗിച്ചിട്ടുള്ള ഡി-ഏജിംഗ് എന്ന ടെക്നോളജിയിലൂടെ ചെറുപ്പക്കാരന്റെ ലുക്കിലും വിജയ് ഈ സിനിമയിൽ വരുന്നുണ്ട്. വേലുവായും വെട്രിമാരനായും ബിഗിലായും ജേഡിയായും ലിയോ ആയും ഒക്കെ തിളങ്ങിയ വിജയ് എന്ന നായകൻ തന്റെ സിനിമാ ജീവിതം ഉപേക്ഷിച്ച് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വരുമ്പോൾ അയാൾ ചെയ്തു വെച്ച സിനിമകളും കഥാപാത്രങ്ങളും നമുക്ക് എപ്പോഴും സന്തോഷത്തോടെ ഓർത്തിരിക്കാനും ആഘോഷിക്കാനും പറ്റുന്നവയാണ്. You're watching Media Village Television. If you enjoyed this video, don't forget to like, share and subscribe.